ഇവിടെ തന്നെ ഓരോരോ അനുഭവങ്ങളുണ്ട്. ഇന്നലെ ഞങ്ങളൊരിടത്ത് പോയി, ഇവിടെ പോയിരുന്നു, ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ആ വ്യക്തി പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് ഞങ്ങൾ ഉള്ളിൽ വിശ്വസിക്കാൻ പോകുന്നുണ്ടെന്ന്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന്. ഞാൻ മറ്റൊന്നും പറയാനുള്ളത്, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ ഏതായാലും ഒരു വ്യതിയാനം മനുഷ്യനുണ്ടായിട്ടാണുള്ളത്. ഇതുവരെ ഈ അനുഭവം പോലും ശരിക്കും പോകാത്ത ആൾ. അങ്ങനത്തെ വ്യതിയാനങ്ങൾ ജീവിതത്തിലുണ്ടാകണമെങ്കിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ ജീവിതത്തിൽ പറയാൻ കഴിയണം. രണ്ടാമതായിട്ട് വേറൊരു പാസേജിൽ മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ പിന്നെയും പള്ളിയിൽ പോയി. ശബത്ത് വന്നപ്പോൾ യേശു ഇരിക്കുകയാണ് വീട്ടിൽ. അവൻ പിന്നെയും പള്ളിയിൽ പോയി. പിന്നെ പള്ളിയിൽ പോകുന്ന സ്വഭാവത്തിന് അതിന് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറഞ്ഞത് അവൻ പള്ളി ചെന്ന് അവിടെ നേരം വേറൊരാളിനെയാണ് കണ്ടത്. ആ കണ്ട ആളിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ 2 കൈയും വരണ്ട ആളാണ്. ആ കൈ നിവർന്നിരുന്ന കാലത്ത് ഒക്കെ കൊടുക്കേണ്ടത് പോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. ഒന്നെനിക്കറിയാം, ഇപ്പം കൈ വരേണ്ടതാണ്. ഇപ്പം പറയുന്നു ഒന്നും ഒരു കൊടുത്തില്ല, ഈ പോക്കറ്റിൽ കാശ് കിടപ്പുണ്ടെങ്കിൽ എടുത്ത് ആരെങ്കിലും ചോദിക്കുന്നതിന് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൈ 2 വരണ്ടു പോയി. കൈ ആകാമായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ, കടമകൾ നാം ജീവിച്ചിരിക്കുമ്പോൾ എത്രമാത്രം നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഒക്കെയും താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ച താലന്തുകൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നെ എൻ്റെ തമ്പുരാനെ ഏൽപ്പിച്ചത് ഞാൻ ആകാവുന്നിടത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയുമോ? ഈ വരണ്ട കൈയുള്ള മനുഷ്യന് അവൻ്റെ നല്ല കാലത്ത്, കൈ വരളാതിരുന്ന കാലത്ത് അവൻ എത്രമാത്രം ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഏതായാലും ഒന്നെനിക്കറിയാം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ശരിയാമണ്ണം നിർവഹിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടത് തന്നെയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവനവൻ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനനുസരണമായിട്ട് പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഒരിക്കലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടേറ്റി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ട് കണക്ക് പറഞ്ഞേ ഒക്കുള്ളൂ. അന്ന് നല്ലവന് ആയ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്നുള്ളതായ ആ വലിയ ഉറപ്പ് കർത്താവിൻ്റെ നാവിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയുമോ? അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് നന്മ ചെയ്യുന്നതല്ല, എൻ്റെ വിളി കേൾക്കുന്നവനാണ്. ഉറച്ച വിശ്വാസമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ ഒന്നുകൂടെ ഓർത്തിട്ടുണ്ട്. ലൂക്കോസിൻ്റെ 13-ലെ ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കുഞ്ഞായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇപ്പൊ യേശു വീണ്ടും പള്ളിയിൽ ഇപ്പൊ പള്ളി ചെന്നപ്പോൾ അവിടെ കണ്ടത് രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായി. ഈ കൂനിയായുടെ സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇട്ടായോളം വട്ടത്തിലുള്ള ഒരു വട്ടം പറഞ്ഞാൽ ആ വട്ടത്തിലാണ് അവരുടെ കാഴ്ച. ഒട്ടും നിവരാൻ നോക്കില്ല. അപ്പൊ കുനിഞ്ഞ് കീഴോട്ട് മാത്രമാണ് നോക്കുന്നത്. ഇപ്പോഴ് അവരുടെ സ്വഭാവം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ദൂരക്കാഴ്ചകളൊന്നുമില്ല, ഈ വട്ടം മാത്രമേ കാണാനുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴവരുടെ ചിന്താഗതി എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 38-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം വായിക്കും. 38-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ ഇവർ കൂനിയായിരിക്കുന്നതിന് ഒരു കാരണം കൂടെ പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ ഗുണങ്ങൾ ചീഞ്ഞുമാറുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായിട്ട് എന്നിലുള്ള പാപങ്ങളാണ് എന്നെ ഈ കൂനിയാക്കി തീർത്തിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഒട്ടും നിവരാൻ നിവൃത്തിയില്ല, മുമ്പോട്ട് നോക്കാൻ നിവൃത്തിയില്ല, ആരെയും കാണാൻ നിവൃത്തിയില്ല, സ്വന്തത്തിലുള്ളവരെ പോലും മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാതെ കീഴോട്ട് ദൃഷ്ടിയുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ദൃഷ്ടി കീഴോട്ട് കുഞ്ഞുപോയതും സ്വന്തം ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാത്രമായിട്ട് സങ്കുചിത മനോഭാവത്തിലേക്ക് വളരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഭോഷത്വം, എൻ്റെ പാപമാണ് എന്നെ ചീഞ്ഞു നാർക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപിയായിട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ പാപം എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ റോമർ കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തത് ദൈവത്തില്ലാത്തവരെ, ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപികളാണ്. ജന്മനാ തന്നെ നമ്മളെല്ലാവരും പാപികളാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ നമ്മളുടെ കുറ്റങ്ങൾ, പാപങ്ങൾ എന്തോ എങ്ങനെയൊക്കെ അതിൻ്റെ കാരണങ്ങളും ഉത്ഭവമൊന്നും പറയാൻ വേണ്ട, നിവൃത്തിയില്ല. പാപം ഹേതുവായിട്ടാണ് ഈ കൂനാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂനാവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ പള്ളിയിൽ യേശു വരണം. നമ്മുടെ പള്ളിയിലോട്ട് യേശുവിനെ സങ്കല്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, യേശുവിനെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ കൂന് നിവർന്ന് കിടക്കുള്ളൂ. യേശു പള്ളിയിൽ വന്നിട്ട് അവിടെ കണ്ടതായ ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമുള്ളവളാക്കി തീർക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അവളുടെ ഹൃദയത്തിൽ, അവളുടെ പള്ളിയിൽ യേശു തമ്പുരാൻ, എൻ്റെയും നിങ്ങളുടെയും പള്ളിയിൽ യേശു തമ്പുരാൻ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ട് ക്ഷണിച്ച് നോക്കി. നമ്മുടെ കുറവുകൾ, പാപങ്ങൾ ഹേതുവായിട്ടാണ് പറയുന്നുണ്ട്. ഈ പാപങ്ങളെ സംബന്ധിച്ച് മർക്കോസിന്റെ സുവിശേഷം എടുക്കണ്ട, 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. പാപം മോചിപ്പാൻ അധികാരപ്പെട്ടവർ നമ്മളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് നാം പാപികളായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോഴും പാപം മോചിപ്പാൻ അധികാരപ്പെട്ട കർത്താവ് പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നു, ഈ പാപം മോചനത്തിന് കർത്താവിന് അധികാരമുണ്ട്. അധികാരസ്ഥനായ കർത്താവ് പാപം മൂലം നാം തെറ്റുകാരായിട്ട്, കൂനികളായിട്ട്, മറ്റുള്ളവർക്ക് കാണാൻ മേലാത്തതായിട്ടോ മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തവരായിട്ടോ രൂപാന്തരപ്പെട്ടിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തിൽ യേശു പള്ളിയിൽ വരാമെങ്കിൽ, യേശു പള്ളിയിൽ വന്നു കഴിയുമ്പോൾ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകും. ആ പരിവർത്തനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ പരിവർത്തനം എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചാൽ, പാപം മൂലമുണ്ടായിരിക്കുന്ന കുറവുകളെ പരിഹരിക്കാൻ കഴിയുന്ന പാപമോചകനായ കർത്താവിനെ നമ്മളുടെ പള്ളിയിൽ വരുത്തണം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവേ അവിടുന്ന് എൻ്റെ പള്ളിയിൽ വരണം.